കടക്കിണിയിലായി പോയ അനിൽ അംബാനി വീണ്ടും അത്ഭുതകരമായി തിരിച്ചുവരവ് നടത്തുന്നു. 2008 ലോകസമ്പന്നരുടെ പട്ടികയിൽ 6ാം സ്ഥാനത്തുണ്ടായിരുന്ന അനിൽ അംബാനി തുടർന്നുള്ള വർഷങ്ങളിൽ പട്ടികയിൽ നിന്ന് അകന്നുപോകുന്ന കാഴ്ചയായിരുന്നു. ഒടുവിൽ സമ്പന്നനിൽ നിന്ന് നിലയില്ലാ കടങ്ങളുടെ ആഴത്തിലേക്ക് വീണുപോയ അനിൽ അംബാനിയെ കുറിച്ചായി രാജ്യത്തെ മുഴുവൻ ചർച്ചകളും. മുന്നോട്ട് വെച്ച ഓരോ ചുവടിലും തുടർന്നുള്ള വർഷങ്ങൾ അനിൽ അംബാനിക്ക് കാലിടറുകയായിരുന്നു. കടക്കണിയിൽ നിന്ന് വീണ്ടും കടത്തിലേക്ക് കൂപ്പുകുത്തിയ അനിൽ അംബാനിയിലുള്ള വിശ്വാസം നിക്ഷേപകർക്കെല്ലാം നഷ്ടമാവുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ തിരിച്ചുവരവിന്റെ പാതയിലാണ് അനിൽ അംബാനിയുടെ ബിസിനസ് സാമ്രാജ്യം. തിരിച്ചുവരവിന്റെ പാതയിലുള്ള അനിൽ അംബാനിയുടെ റിലയൻസ് പവറിന് നിലവിൽ കടങ്ങളേയില്ല. പിന്നാലെ കമ്പനികളുടെ ഓഹരി വിലകൾ ഉയരുകയാണ്. അനിൽ അംബാനിയുടെ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കടബാധ്യതകൾ 87% കുറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ റിലയൻസ് പവറിനും റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിനും ഓഹരി വിപണിയിൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരുന്നു. കുറഞ്ഞ ദിവസങ്ങളിൽ 60% ലാഭമാണ് നിക്ഷേപകർക്ക് ലഭിച്ചത്. എന്നാൽ അനിൽ അംബാനിയുടെ തിരിച്ചുവരവിന് പിന്നിൽ ആരെന്ന ചോദ്യമാണ് ബാക്കി ആവുന്നത്. അനിൽ അംബാനിയുടെ കുടുംബത്തിലെ പുതുതലമുറയാണ് ഈ വളർച്ചയ്ക്ക് കാരണം. അനിൽ അംബാനിയുടെ മക്കളായ ജയ് അൽമോൻ അംബാനിയും ജയ് അൻഷുൽ അംബാനിയുമാണ് തിരിച്ചുവരവിന് പിന്നിലെ ബുദ്ധി കേന്ദ്രങ്ങൾ. അനിലിന്റെ മൂത്ത മകൻ ജയ് അൻമോൻ അംബാനിയാണ് തിരിച്ചുവരവിന്റെ പ്രധാന റോൾ വഹിക്കുന്നത്. റിലയൻസ് ക്യാപിറ്റൽ ലിമിറ്റഡിനെ പുനരുദ്ധരിക്കുന്നതിലും ജയ് അൽമോൻ അംബാനിയുടെ പങ്ക് ശ്രദ്ധേയമായിരുന്നു. 18ാം വയസ്സിൽ ബിസിനസ്സിലേക്ക് കടന്നു വന്നയാളാണ് അൻമോൽ അംബാനി. നിലവിൽ അനിൽ അംബാനിയുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ നിർണായക തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് അൻമോൽ അംബാനിയാണ്.